വലുതുമായ സകല പാപങ്ങളും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും അതിൻ്റെ വിശാലതയെക്കുറിച്ചും അത് രൂപം കൊണ്ട അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അത് ഈ രാജ്യത്ത് താമസിക്കുന്ന ഓരോ പൗരനും, ഓരോ മതവിഭാഗങ്ങൾക്കും, ഓരോ സമൂഹങ്ങൾക്കും, ഓരോ സംസ്ഥാനങ്ങൾക്കുമൊക്കെ നൽകുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആ ഭരണഘടന നിലനിൽക്കെ തന്നെ അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് നടന്ന അതിൻ്റെ ചരിത്രവും അതിൽ നടന്ന നിയമവ്യവഹാരങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഈ രാജ്യത്ത് ഈ 2024 എത്തി നിൽക്കുന്ന സമയത്ത് ബാബരി മസ്ജിദിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 10-15ഓളം പള്ളികൾ ഇന്ന് പള്ളികൾ എന്ന അവസ്ഥയിൽ നിന്ന് നിയമത്തിന്റെ കണ്ണിൽ തർക്കമന്ദിരം എന്ന അവസ്ഥയിലേക്ക് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നാം നിൽക്കുന്നത്. ബാബരി മസ്ജിദിന്റെ വിധിക്ക് ശേഷം പല പള്ളികളെക്കുറിച്ചും തർക്കമുന്നയിച്ചുകൊണ്ട് കോടതികളിലേക്ക് ഹർജികളുമായി വരികയും ആ ഹർജികൾ കോടതികൾ ഫയലിൽ സ്വീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നാം. കോടതി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട തർക്കം, ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു കെട്ടിടം, ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കം അത് കോടതി ഫയലിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമപരമായ സ്വഭാവം തർക്കമന്ദിരം എന്ന തലത്തിലേക്ക് മാറും. നമ്മളുടെ വീട് അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ഒരു സ്ഥാപനം, അതിനെക്കുറിച്ച് ആരെങ്കിലും തർക്കം ഉന്നയിക്കുകയും ആരോപണം ഉന്നയിക്കുകയും കോടതിയിലേക്ക് വരികയും അത് കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്താൽ പിന്നെ അതിന് വീടെന്നോ അല്ലെങ്കിൽ കടയെന്നോ അല്ല നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നത് തർക്കമന്ദിരം എന്നാണ്. അങ്ങനെ ബാബരി മസ്ജിദിന്റെ വിധിക്ക് പിന്നാലെ രാജ്യത്തെ പ്രധാനപ്പെട്ട 10-15ഓളം പള്ളികളും ദർഗകളും അടക്കം തർക്കമന്ദിരം എന്ന നിലയിലേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം. ഈ സമയത്ത് നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പള്ളികളെക്കുറിച്ചും ദർഗകളെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാൻ എന്ന നിലയിൽ ഈ പള്ളികളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഏതൊക്കെയാണ് ആ പള്ളികൾ, എങ്ങനെയാണ് ആ പള്ളികൾ ഇന്ത്യയിലേക്ക് വന്നത്, എവിടെയാണ് അതിൻ്റെ തുടക്കം എന്നുള്ളത് അറിഞ്ഞിരിക്കൽ നമ്മളുടെ ബാധ്യതയാണ്. നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ നോക്കിയാൽ 1976 ASIയുടെ കീഴിൽ BB ലാൽ എന്ന അതിൻ്റെ അന്നത്തെ ഡയറക്ടറിന്റെ കീഴിൽ കോടതി ഉത്തരവിനെ തുടർന്ന് ബാബരി മസ്ജിദിന്റെ അടിയിൽ ഖനനം നടത്തി. 1980 BB ലാലിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഇത് ഏതെങ്കിലും ഒരു ക്ഷേത്രമോ മറ്റേതെങ്കിലും കെട്ടിടമോ തകർത്തിട്ടല്ല ബാബരി മസ്ജിദ് ബാബർ പണിഞ്ഞത് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കോടതിയുടെ മുമ്പിലുണ്ട്. ഒരു തെളിവും ആ പള്ളി അവിടെ നിലനിൽക്കുന്ന സമയത്ത് അതിനു മുമ്പ് മറ്റേതെങ്കിലും കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്ന ഒരു തെളിവും കിട്ടിയില്ല എന്ന് 1980 കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാണ്. പിന്നീടുള്ള 10 വർഷം ഇന്ത്യയിൽ അങ്ങനെ ഒരു ആരോപണമേ വന്നിട്ടില്ല. 1990-ലാണ് തീവ്ര വലതുപക്ഷ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള ചില മാസികകളിൽ ബാബരി മസ്ജിദിന്റെ അടിയിൽ നിന്ന് ബാബർ തകർത്ത ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് യാതൊരു ആധികാരികതയും ഇല്ലാതെ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നു, കോടതിയിൽ കേസ് വരുന്നു. മലയാളിയായിരുന്ന ASIയുടെ നോർത്ത് റീജിയണൽ ഡയറക്ടർ ആയിരുന്ന KK മുഹമ്മദിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഖനനം നടക്കുന്നു.
ആ ഖനനത്തെക്കുറിച്ച് തനിക്കറിയാവുന്ന ഭാഷകളിലൊക്കെ കെ കെ മുഹമ്മദ് വന്നിരുന്ന് റിപ്പോർട്ടിലൊന്നുമില്ലെങ്കിലും അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂകളിലും വാർത്താ സമ്മേളനങ്ങളിലുമൊക്കെ അതിന്റെ അടിയിൽ നിന്ന് അവശിഷ്ടങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. 2019 അതിന്റെ റിവാർഡ് എന്നോണം അദ്ദേഹത്തിന് പത്മശ്രീയും കിട്ടി. എന്താണെങ്കിലും 2019 നവംബർ 9 ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന മുഴുവൻ ഹർജികളും തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചു. നമുക്കറിയാം, 5 ജഡ്ജിമാരായിരുന്നു ആ പാനലിൽ ഉണ്ടായിരുന്നത്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയി, അതേപോലെ അരവിന്ദ് ബോബ്ഡെ, DY ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, അബ്ദുൽ നസീർ, ഇങ്ങനെ 5 ജഡ്ജിമാരുടെ പാനലാണ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് അന്തിമ വിധി നവംബർ 9 2019 പുറപ്പെടുവിച്ചത്. ഇന്ത്യയിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചതും നിയമ മേഖലകളിൽ അറിയപ്പെടുന്നതുമായ പല ആളുകളും ആ വിധിയെക്കുറിച്ച് ജസ്റ്റിസ് നരിമാൻ അടക്കം കഴിഞ്ഞ ആഴ്ചകളിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നമ്മൾ കേട്ടതാണ്. ഇന്ത്യയിലെ നിയമവ്യവസ്ഥകളുടെ ഏത് കോണിലൂടെ നോക്കിയാലും, ഏത് ആംഗിളിലൂടെ നോക്കിയാലും നീതിപരമായ ഒരു വിധി എന്ന് പറയാൻ സാധിക്കാത്ത, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഏത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും ഈ വിധി നീതിയാണ് എന്ന് പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വിധി 2019 പുറത്തു വരുന്നു. നമ്മൾ മനസ്സിലാക്കിയ ലോജിക്കുകൾ, നമ്മൾ മനസ്സിലാക്കിയ തർക്കശാസ്ത്രത്തിന്റെയും ഫിലോസഫിയുടെയും ഒക്കെ മൂല്യങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ഒരു തരത്തിലും നീതിയുക്തമെന്ന് പറയാൻ സാധിക്കാത്ത ഒരു വിധി 2019 പുറത്തു വരുന്നു. എന്ന് മാത്രമല്ല, ആ വിധിയിൽ വളരെ വ്യക്തമായി സുപ്രീം കോടതി പറയുന്നു, ഈ വിധി പുറപ്പെടുവിക്കുന്ന സമയത്തും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു എന്നുള്ളത് നിയമപരമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. എന്നാൽ ആ പള്ളി അവിടെ പണിയുന്നത് അതിനു മുമ്പ് എന്തെങ്കിലും തകർത്തിട്ടാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു രേഖയും ഒരു ഖനനത്തിലും ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസും ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞതിന് ശേഷം ആരാണോ തകർത്തത് അവർക്ക് ആ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് ആ കേസിന്റെ വിധി പുറപ്പെടുവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്ത്യയുടെ നീതിപീഠം, ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യൻ ജുഡീഷ്യറി സംവിധാനങ്ങൾ മുഴുവൻ തലകുനിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഒരു വിധി പുറത്തേക്ക് വന്നു. എന്ന് മാത്രമല്ല, ആ വിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത 5 ജഡ്ജിമാരുണ്ടായിട്ടും അവരാരും ആ വിധിയിൽ ഒപ്പുവെച്ചില്ല. അന്ന് DY ചന്ദ്രചൂഡ് പറഞ്ഞു, ഞങ്ങളിത് സുപ്രീം കോടതിയുടെ പേരിലാണ് ഈ വിധി പുറപ്പെടുവിക്കുന്നത്. കാരണം നീതിയുക്തമല്ലാത്ത, യാതൊരു തെളിവുമില്ലാത്ത വാദങ്ങൾ മുഴുവൻ എതിരായിരിക്കെ ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചാൽ നാളെ തങ്ങളുടെ വ്യക്തിപരമായ, തങ്ങളുടെ കരിയറിൽ ഏൽക്കുന്ന ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക് ആയിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന 5 ജഡ്ജിമാരും ആ വിധിന്യായത്തിൽ ഒപ്പുവെച്ചില്ല. സുപ്രീം കോടതിയുടെ പേരിൽ ആ വിധി പുറത്തു വരികയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ഈ ജഡ്ജിംഗ് പാനലിൽ ഉണ്ടായിരുന്ന 5 ആളുകളും, രഞ്ജൻ ഗൊഗോയി 5 മാസത്തിന് ശേഷം റിട്ടയർഡായി, 5 മാസത്തിന് ശേഷം ഇന്ത്യൻ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള നോമിനിയായി രാജ്യസഭയിലേക്ക് വരുന്നു. അരവിന്ദ് ബോബ്ഡെ തൊട്ടടുത്ത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നു. DY ചന്ദ്രചൂഡ് അത് കഴിഞ്ഞ് വീണ്ടും ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നു. അതേപോലെ അശോക് ഭൂഷൺ ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ ലോ ട്രൈബ്യൂണലിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിക്കപ്പെടുന്നു. അതേപോലെ ജസ്റ്റിസ് അബ്ദുൽ നസീർ ഇപ്പോഴും ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായിട്ട് സിറ്റിംഗിലുള്ള ആളാണ്. ഈ 5 ആളുകളെയും പ്രഥമ ദൃഷ്ടിയ ബാഹ്യമായി നോക്കിയാൽ റിവാർഡ് ചെയ്യപ്പെട്ടു ഈ വിധിക്ക് പകരം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ക്രയവിക്രയങ്ങൾ, പോസ്റ്റിങ്ങുകൾ അവരുടെ കരിയറിൽ നൽകപ്പെടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. കുറച്ചു നാൾ മുമ്പ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയി അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതി. അന്ന് അതിൽ പറഞ്ഞു, ആ വിധി പുറപ്പെടുവിച്ച ദിവസം ഇന്ത്യയിലെ ഏറ്റവും ആഡംബര ഹോട്ടലുകളിൽ ഒന്നായ മുംബൈയിലെ താജ് ഹോട്ടലിൽ ഏറ്റവും എക്സിക്യൂട്ടീവ് സ്യൂട്ട് എന്ന് അറിയപ്പെടുന്ന, ഏറ്റവും എക്സ്പെൻസീവും എക്സിക്യൂട്ടീവ് സ്വഭാവത്തിലുള്ളതുമായ ദ ചേംബർ എന്ന് പറയുന്ന താജ് ഹോട്ടലിലെ ഏറ്റവും വില കൂടിയ സ്യൂട്ടുകളിൽ ജഡ്ജിമാർ ഒരുമിച്ച് കൂടുകയും അന്നത്തെ ദിവസം രാത്രി മദ്യസൽക്കാരം നടത്തുകയും മുംബൈ താജ് ഹോട്ടലിൽ ലഭിക്കുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള വീഞ്ഞ് തന്നെ ഓർഡർ ചെയ്ത് സൽക്കാരം നടത്തി എന്ന് രഞ്ജൻ ഗൊഗോയിയുടെ ആത്മകഥയിൽ അദ്ദേഹം തന്നെ എഴുതിയതും കാണാം. എന്താണെങ്കിലും ഇന്ത്യയുടെ ഭരണഘടന നിലവിലുള്ള ഒരു രാജ്യത്ത് സുപ്രീം കോടതിയുടെ പേരിൽ വരുന്ന ഒരു വിധിന്യായം
രാജ്യത്തോട് കടമയുള്ള, ഭരണഘടനയോട് ബാധ്യതയുള്ള ഒരു പൗരൻ എന്ന നിലയിൽ അനുസരിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. അങ്ങനെ 2019 നവംബർ 9 ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് വന്ന നീതിയുടെ ഒരു തരി പോലും ഉൾക്കൊള്ളാത്ത ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തിലെ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വിധിയെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു. അതിനുശേഷം നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്, ഇന്ത്യയിലെ പല പള്ളികളിലും ആ വിധിക്ക് പിന്നാലെ അതിന് ചുവട് പിടിച്ചുകൊണ്ട് അവകാശവാദം ഉന്നയിച്ച് കോടതികളിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഉത്തർപ്രദേശിലെ വാരണാസി ജില്ലയിലെ കാശിയിലെ ഗ്യാൻവാപി പള്ളിയാണ്. 1669 മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസീബാണ് കാശിയിൽ ഗ്യാൻവാപി പള്ളി പണിയുന്നത്. ഗ്യാൻവാപി എന്ന് പറഞ്ഞാൽ അറിവിന്റെ കിണറെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മൾ പോയി നോക്കിയാൽ കാണാം, അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രവും ഗ്യാൻവാപി പള്ളിയും ഒരു കൈ എത്തുന്ന അകലത്തിലാണ് നിലനിൽക്കുന്നത്. 1669 ഔറംഗസീബാണ് ഗ്യാൻവാപിയിൽ പള്ളി പണിയുന്നത്. ഗ്യാൻവാപി പള്ളി പണിഞ്ഞ് ഏതാണ്ട് 100 വർഷത്തിന് ശേഷം ഇൻഡോറിലെ രാജ്ഞിയായിരുന്ന അഹല്യബായി ആണ് 1778 അവിടെ ഇന്ന് കാണുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം പണിയുന്നത്. കുറെ വർഷമായി ഇതുമായി ബന്ധപ്പെട്ട തർക്കം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 1932 ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രിവി കൗൺസിലിൽ ഈ പള്ളി നിലനിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ സ്ഥലത്താണ്, ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തകർത്തിട്ടാണ് ഔറംഗസീബ് പള്ളി പണിഞ്ഞത് എന്ന് ആരോപിച്ചുകൊണ്ട് അന്നത്തെ ബ്രിട്ടീഷ് കോടതിയിൽ ഒരു പെറ്റീഷൻ പോയി. കോടതി അത് തള്ളിക്കളഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് 1991 വാരണാസി ജില്ലാ കോടതിയിലേക്ക് ആ സ്ഥലം ഏറ്റെടുത്ത് പള്ളി പൊളിച്ചു കളഞ്ഞ് ആ സ്ഥലം ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഹർജി 1991 വാരണാസി ജില്ലാ കോടതിയിലേക്ക് പോകുന്നു. 1998 ആകുമ്പോൾ അലഹബാദ് ഹൈക്കോടതി ആ പെറ്റീഷനും അതിലുള്ള മുഴുവൻ നടപടികളും സ്റ്റേ ചെയ്തുകൊണ്ട് 98 അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നു. 2019 ആയപ്പോ ബാബരി മസ്ജിദിന്റെ കേസിൽ വിധി വന്ന് ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയാനുള്ള വിധി ഇന്ത്യയുടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചതിന് പിന്നാലെ കോടതികളിലേക്ക് ഗ്യാൻവാപിയുമായി ബന്ധപ്പെട്ട ഹർജികളുടെ പ്രവാഹമാണ് നമ്മൾ കണ്ടത്. 2019 മുതൽ 2023 ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന വാരണാസി ജില്ലാ കോടതി, അലഹബാദ് ഹൈക്കോടതി, സുപ്രീം കോടതി, ഈ 3 കോടതികളിലായി പല ആളുകൾ, 5 സ്ത്രീകൾ വന്നു, പിന്നെ മറ്റൊരു പൂജാരി വന്നു. 91 ആദ്യം പെറ്റീഷൻ കൊടുത്ത ആള് 20 വർഷമായി കോടതി സ്റ്റേ ചെയ്തിട്ട് സ്വാഭാവികമായി 20 വർഷം കൊണ്ട് സ്റ്റേ നീങ്ങി എന്ന് പറഞ്ഞ് ആദ്യത്തെ പെറ്റീഷനുമായി വീണ്ടും വന്നു. ഈ വ്യവഹാരത്തിന്റെ ഒക്കെ ഇടയിൽ ആദ്യം കോടതി ഒരു വീഡിയോ സർവേ നടത്താൻ അനുവാദം കൊടുക്കുന്നു. പിന്നെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നു. ആ സ്ഥലത്ത് കാർബൺ ഡേറ്റിംഗ് നടത്താൻ വേണ്ടി അടുത്ത പെറ്റീഷൻ വരുന്നു. പിന്നെ സർവേ നടത്താൻ വേണ്ടി പെറ്റീഷൻ വരുന്നു. ആ സർവേയിൽ കോടതി രഹസ്യ സ്വഭാവത്തിൽ ഏൽപ്പിച്ച സർവേയിൽ ശിവലിംഗം കണ്ടെത്തി എന്നൊരു വാർത്ത വ്യാപകമായി കോടതിയിൽ റിപ്പോർട്ട് എത്തുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് പ്രചരിക്കുന്നു. മസ്ജിദ് കമ്മിറ്റി അത് ശിവലിംഗമല്ല, അത് ഉളു എടുക്കുന്ന ഹൗലിലെ പൈപ്പാണ് എന്ന വാദവുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അവസാനം 2023 ഡിസംബർ ആകുമ്പോൾ ആ ഇന്ന് നിലവിലുള്ള ഗ്യാൻവാപി പള്ളിയുടെ ബേസ്മെന്റിന്റെ ഭാഗത്ത് പൂജ നടത്തുന്നതിന് വേണ്ടി കോടതി അനുവാദം കൊടുത്ത് ഇന്ന് ആർക്കും സ്വസ്ഥമായി ആരാധന നിർവഹിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് ഗ്യാൻവാപി പള്ളിയുടെ ചരിത്രം മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഔറംഗസീബാണ് ഈ പള്ളി പണിയുന്നത് 1669. 1778 അഹല്യബായി എന്ന ഇൻഡോറിലെ രാജ്ഞി അവിടെ ക്ഷേത്രം പണിയുന്നത്. ഇത് നിഷ്പക്ഷമായി ചരിത്രം എഴുതിയിരുന്ന എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇന്ത്യയിൽ ഇന്ന് വ്യവസ്ഥാപിതമായി മുഗൾ ഭരണകൂടത്തെയും അതിന്റെ സംഭാവനകളെയും ഇല്ലാതാക്കാനും ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാനുമുള്ള സംഘടിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഔറംഗസീബ് ആലംഗീർ റഹിമഹുല്ല. അദ്ദേഹത്തെക്കുറിച്ച്
പ്രമുഖരായ നിഷ്പക്ഷരെന്ന് നമുക്ക് തോന്നുന്ന പല ചരിത്രകാരന്മാരും അദ്ദേഹത്തെക്കുറിച്ച് മോശമായി എഴുതിയിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഔറംഗസീബിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ചും ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള രേഖകൾ, രണ്ട് സ്വഭാവത്തിലുള്ള ചരിത്ര വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് മോശമായി എഴുതിയതിനെ ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ചരിത്ര ലോകത്ത് അതിന് മറുപടി എഴുതുകയും നിരൂപണം ചെയ്യുകയും ചെയ്യുന്ന ധാരാളം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൊതുവെ ഔറംഗസീബ് അടക്കമുള്ള മുഗൾ ഭരണാധികാരികളുടെ കാലഘട്ടം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യ അതിൻ്റെ ചരിത്ര വർത്തമാന കാലഘട്ടത്തെ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യ ഏറ്റവും സമ്പന്നമായിരുന്ന കാലഘട്ടമാണ് മുഗൾ ഭരണകൂടത്തിന്റെ കാലഘട്ടം. സോനെ കി ചിഡിയ, ദ ഗോൾഡൻ ബേർഡ്സ് എന്നാണ് ചരിത്രത്തിൽ മുഗൾ ഭരണകാലത്തെ ഇന്ത്യയെ അറിയപ്പെടുന്നത്. സോനെ കി ചിഡിയ എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഇന്ത്യയായിരുന്നു. ലോകത്തെ മുഴുവൻ സമ്പദ്ഘടനയുടെ 4/1 3/1 ഇടയിലുള്ള ഭാഗം ഇന്ത്യയിലായിരുന്നു എന്ന് അന്ന് ലോകത്തെ ചരിത്രം എഴുതിയ മുഴുവൻ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥരായിരുന്ന ബ്രിട്ടീഷുകാരുടെയും അമേരിക്കയുടെയും അതേപോലെ അന്നത്തെ അതിസമ്പന്നമായിരുന്ന പേർഷ്യയുടെയും ചൈനയുടെയും ഒക്കെ എക്കണോമി ഇന്ത്യയുടെ പിന്നിലായിരുന്നു. ഇന്ത്യ അതിന്റെ ചരിത്ര കാലഘട്ടം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDP രേഖപ്പെടുത്തപ്പെട്ടിരുന്നത് മുഗൾ ഭരണ കാലഘട്ടത്തിലായിരുന്നു. ഇന്ത്യ അതിസമ്പന്നമായ ഒരു രാജ്യമായി നിലനിന്നിരുന്നത് മുഗൾ ഭരണകാലത്ത്. ഔറംഗസീബിനെ പരിശോധിച്ചാൽ അദ്ദേഹം വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ അതിസൂക്ഷ്മത, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്ന ആളാണ് എന്ന് മുസ്ലിം ഇതര ചരിത്രകാരന്മാർ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അതിസമ്പന്നതയുടെ കാലഘട്ടത്തിൽ അതിന്റെ ഭരണകർത്താവായി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്റെ ഉപജീവനത്തിന് വേണ്ടി മുസഹഫുകൾ കൈകൊണ്ട് എഴുതി അത് കച്ചവടം ചെയ്യുകയും തൊപ്പികൾ തുന്നി അത് കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഔറംഗസീബ്. ആ ഔറംഗസീബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ വ്യക്തി ജീവിതത്തിൽ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ക്രയവിക്രയങ്ങളുടെ അതിസൂക്ഷ്മമായ വശങ്ങൾ പുലർത്തിയിരുന്ന ഔറംഗസീബ് ഒരിക്കലും അദ്ദേഹം തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്ന നിലയിൽ ഒരു പള്ളി പണിയുമ്പോൾ അത് ഏതെങ്കിലും ഒരു കെട്ടിടമോ ആരുടെയെങ്കിലും ഒരു സ്ഥലം കയ്യേറിയിട്ടോ പണിയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഇടപാടാണ്. കാരണം ഏതെങ്കിലും ഒരു ആരാധനാലയം തകർത്ത് പള്ളി പണിയുക എന്നല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പള്ളിക്ക് വേണ്ടി കയ്യേറിയാൽ അത് ശരിയാവുകയില്ല, അത് വഖഫാവുകയില്ല, അത് തകർത്ത് കളഞ്ഞ് ആ സ്ഥലം തിരിച്ചു നൽകണമെന്ന അടിസ്ഥാന നിയമം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ഇസ്ലാമിക ചരിത്രത്തിൽ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഏറ്റവും അഭിമാനകരമായി ഇന്നും ഈജിപ്തിൽ നിലകൊള്ളുന്ന ഒരു പള്ളിയുണ്ട്, മസ്ജിദ് അംർ ബിൻ ആസ്. ഈജിപ്തിലെ ഗവർണറായിരുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പണിഞ്ഞ മസ്ജിദ് അംർ ബിൻ ആസ്. ഈ മസ്ജിദ് അംർ ബിൻ ആസ് വിശാലമാക്കുന്നതിന് വേണ്ടി അത് പുതുക്കി പണിയുന്ന സമയത്ത് ആ പള്ളിയുടെ പരിസരത്ത് താമസിച്ചിരുന്ന ക്രൈസ്തവയായ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടെ സ്ഥലം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവരോട് വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി ചോദിച്ചു. അവർ നൽകിയില്ല. പല ചർച്ചകൾക്കൊടുവിൽ അവസാനം ആ സ്ഥലത്തിന്റെ വിലയുടെ 3 ഇരട്ടി നൽകി നിർബന്ധപൂർവം ഗവൺമെന്റ് ഏറ്റെടുത്ത് മസ്ജിദ് അംർ ബിൻ ആസ് വിശാലമായിട്ട് പണിഞ്ഞു. നേരെ അന്നത്തെ മുസ്ലിം ഖലീഫയായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ വന്ന് കണ്ടൊരു പരാതി എഴുതി ആ സ്ത്രീ കൊടുത്തപ്പോ മസ്ജിദ് അംർ ബിൻ ആസിന്റെ ആ സ്ത്രീയുടെ വില നൽകി, എന്നാൽ ഒരു ഫോഴ്സ്ഫുള്ളി ഡീൽ, നിർബന്ധിത വ്യവഹാരത്തിലൂടെ പള്ളി സ്വന്തമാക്കിയ ആ സ്ഥലത്ത് പണിഞ്ഞ പള്ളിയുടെ ഭാഗം പൊളിച്ചു മാറ്റി അവരുടെ സ്ഥലം തിരിച്ചു നൽകാൻ ഉത്തരവിട്ട ചരിത്രം ഇസ്ലാമിക പള്ളി നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഔറംഗസീബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനൊരു പള്ളി പണിയുന്നതിന് വേണ്ടി ഏതെങ്കിലും സ്ഥലം കയ്യേറുക എന്നുള്ളത് വ്യക്തി ജീവിതത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് സംഭവിക്കുക അസാധ്യമാണ്. ഇനി ചരിത്രപരമായി രേഖയൊന്നുമില്ലെങ്കിലും കോടതിയിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്ന സമയത്ത് യാതൊരു അടിസ്ഥാന ഉദ്ധരണികളും ഇല്ലാതെ പറയപ്പെടുന്ന ഒരു ചരിത്രമുണ്ട്. ഔറംഗസീബ് 1669 പള്ളി പൊളിച്ചത് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ 4 തൂണുകൾ നിലനിൽക്കുന്ന ഭാഗം തകർത്തിട്ടാണ് എന്നാണ്. എന്നാൽ ഇത് ആരാണ് പണിഞ്ഞത്?
ഇത് പണിഞ്ഞതുമായി ബന്ധപ്പെട്ട് ചരിത്രം നിർമ്മിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കാരണം ഇന്ന് കോടതിയിൽ നിലവിലുള്ള വാദങ്ങൾ പരിശോധിച്ചാൽ ഏതാണ്ട് 2500 വർഷം മുമ്പ് വിക്രമാദിത്യൻ ചക്രവർത്തി അവിടെ ഒരു ക്ഷേത്രം പണിയുന്നു, കാശി വിശ്വനാഥ ക്ഷേത്രം പണിയുന്നു. വിക്രമാദിത്യന്റെ കാലഘട്ടം പരിശോധിച്ചാൽ ചരിത്രകാരന്മാർക്ക് പോലും കൃത്യമായ ഒരു കാലഘട്ടം പറയാൻ സാധിക്കാത്ത രീതിയിൽ ചരിത്രപരമായി അദ്ദേഹത്തിന്റെ ചരിത്രവും കാലഘട്ടവും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. 2500 വർഷങ്ങൾക്ക് മുമ്പ് പണിയപ്പെട്ട ക്ഷേത്രം 1100-ൽ കുത്തുബുദ്ദീൻ ഐബക്കിന്റെ പടയോട്ട സമയത്ത് തകർക്കപ്പെട്ടു. അദ്ദേഹം അവിടെ ഒരു പള്ളി പണിഞ്ഞു, റസിയ മസ്ജിദ്. തൊട്ടടുത്ത് വന്ന ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണാധികാരി ഇൽത്തുമിഷിന്റെ കാലത്ത് ഇൽത്തുമിഷ് ആ പള്ളി തകർത്തിട്ട് വീണ്ടും ക്ഷേത്രം പണിഞ്ഞു. അതിനുശേഷം 1500-കളിൽ വീണ്ടും അടുത്ത പടയോട്ടത്തിന്റെ സമയത്ത് ആ ക്ഷേത്രം തകർക്കപ്പെട്ടു. അതിനുശേഷം 1500-കളുടെ അവസാനത്തിൽ അക്ബറിന്റെ കാലത്ത് അക്ബർ വീണ്ടും ആ ക്ഷേത്രം തിരിച്ചു പണിഞ്ഞു. ആ അക്ബർ പണിഞ്ഞ ക്ഷേത്രം അതിന്റെ ഒരു ഭാഗം തകർത്തിട്ടാണ് ഔറംഗസീബ് പള്ളി പണിഞ്ഞത് എന്ന് കോടതിയിൽ ചരിത്രപരമായ പിൻബലമില്ലാതെ, രേഖകളില്ലാതെ വാദം നിലനിൽക്കുന്നു. ആ നറേഷൻ ഇന്ന് വ്യാപകമായി വസ്തുത എന്നോണം നമ്മളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണെങ്കിലും കൃത്യമായി വസ്തുനിഷ്ഠമായി പക്ഷപാതം പിടിക്കാതെ ചരിത്രം എഴുതുന്ന ചരിത്രകാരന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ 1669-ൽ ഔറംഗസീബ് പള്ളി പണിയുന്ന സമയത്ത് ഒരു കെട്ടിടവും അവിടെ ഇല്ലായിരുന്നു. 100 വർഷത്തിന് ശേഷമാണ് അവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് കൃത്യമായ ചരിത്രരേഖയിൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഗ്യാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ അടുത്തത് അതേപോലെ മധുരയിൽ, ഉത്തർപ്രദേശിലെ തന്നെ മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദാണ്. അതും 1660-ൽ ഔറംഗസീബാണ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് പണിയുന്നത്. അദ്ദേഹത്തിന്റെ ഗവർണറായിരുന്ന അബ്ദുൽ നബി ഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗവർണറിന്റെ മേൽനോട്ടത്തിൽ ഔറംഗസീബിന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ പള്ളി പണിയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ്. അന്ന് ചരിത്രരേഖകളിൽ കാണാം, ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ഇറച്ചിവെട്ടുകാരായ ബുച്ചേഴ്സ് ആയ ആളുകളുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് സ്ഥലം വാങ്ങിയിട്ടാണ് പള്ളി പണിഞ്ഞത് എന്ന് ചരിത്രരേഖകളിൽ കാണാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ആ സ്ഥലം കൃഷ്ണജന്മഭൂമിയാണ്. കൃഷ്ണജന്മഭൂമിയായ 13 ഏക്കറിലാണ് പള്ളി നിലനിൽക്കുന്നത്. അതുകൊണ്ട് പള്ളി പൊളിച്ചു മാറ്റണം എന്ന് പറയുന്ന വാദം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. ഈ വാദം ഉയർന്നു വന്നു 1968-ൽ. അന്നത്തെ കൃഷ്ണ ജന്മഭൂമി ട്രസ്റ്റിന്റെ അതിന്റെ കമ്മിറ്റിയും മസ്ജിദിന്റെ കമ്മിറ്റിയുമായി ചില ധാരണകളിൽ ഏർപ്പെടുകയും ഏതാണ്ട് 11 ഏക്കർ കൃഷ്ണ ജന്മഭൂമിക്ക് വിട്ടുകൊടുക്കുകയും 2 ഏക്കറിൽ പള്ളി നിലനിൽക്കുകയും ചെയ്ത് ആ പ്രശ്നം അവിടെ പരിഹരിച്ചതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഹർജികൾ ധാരാളം കോടതികളിലേക്ക് വരുന്നതും കോടതി അവിടെ ഖനനം നടത്താൻ വേണ്ടി അനുവാദം കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ 3 പള്ളികൾ, ബാബരി മസ്ജിദ് തകർത്തതിന്റെ പിന്നാലെ തന്നെ കാശി മധുര ബാക്കി ഹേ എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അന്തരീക്ഷത്തിൽ നമ്മൾ കേട്ടതാണ്. അതിലൊന്നാണ് ഈ പറയുന്ന ഗ്യാൻവാപ്പി മസ്ജിദ് 1669-ൽ ഔറംഗസീബ് പണിയുന്നത്. രണ്ടാമത്തത് മധുരയിൽ നിലകൊള്ളുന്ന ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് 1660-ൽ നിലകൊള്ളുന്നത്. 1660-ൽ ഔറംഗസീബ് പണിയുന്നത്. കഴിഞ്ഞ 2022-ൽ മറ്റൊരു പള്ളിയുമായി ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയിൽ വന്നത് നമ്മൾ കണ്ടു. 2022-ൽ ഇന്നത്തെ ഉത്തർപ്രദേശിൽ ഇൽത്തുമിഷ് 1200-ൽ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണാധികാരിയായിരുന്ന ഇൽത്തുമിഷ് സ്ഥാപിച്ച ഒരു പള്ളി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പേരും ഷാഹി മസ്ജിദ് എന്നാണ്. ഏതാണ്ട് 800 വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളായ 23,500 ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പള്ളി ഇതുവരെ 2022 വരെ ഒരു തർക്കവും നിലനിന്നിരുന്നിട്ടില്ലാത്ത പള്ളിയിൽ വാദമുന്നയിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോയ കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹി ജുമാ മസ്ജിദാണ്. ഡൽഹി ജുമാ മസ്ജിദ് അത് മറ്റെന്തോ കെട്ടിടങ്ങൾ തകർത്തിട്ടാണ് ഷാജഹാൻ പണിഞ്ഞത്. അതുകൊണ്ട് ഡൽഹി ജുമാ മസ്ജിദിന്റെ അടിയിലും ഖനനം നടത്താൻ അനുവാദം നൽകണമെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയ കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഡൽഹി ജുമാ മസ്ജിദ്
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യമുള്ള പള്ളികളിൽ ഒന്നാണ്. 1660 ഷാജഹാൻ ആരംഭിച്ച് 1666 ഉദ്ഘാടനം ചെയ്ത പള്ളിയാണ് ഡൽഹി ജുമാ മസ്ജിദ്. ഏകദേശം 5000-ഓളം പണിക്കാരെ നിർത്തി 6 വർഷം കൊണ്ട്, അതും പേർഷ്യയിൽ നിന്ന്, തുർക്കിയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, അതേപോലെ അറേബ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഈ 5 പ്രദേശങ്ങളിൽ നിന്ന് വിദഗ്ധരായ 5000-ഓളം തൊഴിലാളികളെ കൊണ്ടുവന്ന് അന്നത്തെ ഷാജഹാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഫാസിൽ ഖാനിന്റെയും മറ്റൊരു ഉദ്യോഗസ്ഥന്റെയും നേതൃത്വത്തിൽ 6 വർഷമെടുത്ത് അന്നത്തെ 10 ലക്ഷം ഇന്ത്യൻ രൂപ ചെലവിൽ പണിഞ്ഞ പള്ളിയാണ് ഡൽഹി ജുമാ മസ്ജിദ്. രാജ്യത്തെ ഏറ്റവും വലിയ 2ാമത്തെ പള്ളി. രാജ്യത്തെ ഏറ്റവും വലിയ 1ാമത്തെ പള്ളി ഇന്നത്തെ മധ്യപ്രദേശിലെ ഇൻഡോറിലെ താജുൽ മസാജിദ് എന്ന് പറയുന്ന പള്ളിയാണ്. അത് 19-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ ബഹദൂർ ഷാ സഫറിന്റെ കാലത്ത് പണി ആരംഭിച്ച് ഈ അടുത്ത സമയത്ത് 1985 ആളുകളുടെ സംഭാവനയെ തുടർന്ന് പണിഞ്ഞ് പൂർത്തിയാക്കിയ 1,75,000 ആളുകളെ ഉൾക്കൊള്ളാൻ ഒരേ സമയത്ത് പറ്റിയ താജുൽ മസാജിദ് എന്ന് പറയുന്ന ഇൻഡോറിലെ പള്ളിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി. രാജ്യത്തെ ഏറ്റവും വലിയ 2ാമത്തെ പള്ളിയാണ് 25,000 ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഡൽഹി ജുമാ മസ്ജിദ്. 1666 ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഷാ അബ്ദുൽ ഗഫൂർ ബുഖാരി എന്ന് പറയുന്ന പണ്ഡിതനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ഷാജഹാൻ നിർമ്മിച്ച പള്ളിയാണ് ഡൽഹി ജുമാ മസ്ജിദ്. ഇന്നത്തെ ഓൾഡ് ഡൽഹി എന്നറിയപ്പെടുന്ന ഷാജഹാനാബാദ് എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന ഷാജഹാന്റെ തലസ്ഥാനം നഗരിയിലാണ് ആ പള്ളി നിലകൊള്ളുന്നത്. 1666 ഉദ്ഘാടനം ചെയ്ത പള്ളിയിൽ നമസ്കാരം നിലനിന്നിരുന്നു. 1803 ആകുമ്പോൾ ബ്രിട്ടീഷുകാർ ഷാജഹാനാബാദ് ഡൽഹി കീഴടക്കുന്നു. 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം നടന്നതിനോട് അനുബന്ധിച്ച് ബ്രിട്ടീഷുകാർ ഈ സ്വാതന്ത്ര്യ സമരത്തിനുള്ള പ്രചോദനം മുഴുവൻ ഡൽഹി ജുമാ മസ്ജിദ് അടക്കമുള്ള ഡൽഹിയിലെ പല പള്ളികളിൽ നിന്നുമാണ് ആളുകൾക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് ഡൽഹിയിലെ പല പള്ളികളും നശിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഡൽഹി ജുമാ മസ്ജിദ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്ത് 1858 സീസ് ചെയ്തു കളഞ്ഞു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് ഏറ്റെടുത്ത് പള്ളി പൂട്ടി. ബാക്കി പള്ളികളൊക്കെ തകർത്തപ്പോഴും താജ്മഹാളിനെ വെല്ലുന്ന വാസ്തുവിദ്യയിൽ ഇന്ത്യയിലെ ആർക്കിടെക്ട് വിഭാഗത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി നിലകൊള്ളുന്ന ഇത്ര വലിയ പള്ളി ബ്രിട്ടീഷുകാർ തകർത്തില്ല. 1858 അത് ഏറ്റെടുത്ത് സീസ് ചെയ്ത് ബ്രിട്ടീഷ് ആർമിയിലുള്ള സിഖ് യൂറോപ്യൻ റെജിമെന്റിന്റെ ബാരക്കായിട്ട് 1857 ഡൽഹി ജുമാ മസ്ജിദ് ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. 5 വർഷക്കാലം സിഖ് യൂറോപ്യൻ ആർമിയുടെ ബാരക്കായി ഡൽഹി ജുമാ മസ്ജിദ് ഉപയോഗിക്കപ്പെട്ടു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് 5 വർഷത്തിന് ശേഷം 1862 ആകുമ്പോൾ വ്യാപകമായ മുസ്ലിങ്ങളുടെ പ്രതിഷേധത്തിനൊടുവിൽ ബ്രിട്ടീഷുകാർ കീഴടങ്ങുകയും ഡൽഹി ജുമാ മസ്ജിദ് JMMC ജുമാ മസ്ജിദ് മെയിൻ്റെനിങ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി രൂപീകരിച്ച് ആ പള്ളി കമ്മിറ്റിയുടെ കീഴിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു. 1862 മുതൽ വീണ്ടും അവിടെ കൃത്യമായി ആരാധന നടന്നുകൊണ്ടിരുന്ന പള്ളിയാണ് ഡൽഹി ജുമാ മസ്ജിദ്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ജുമാ മസ്ജിദിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഡൽഹി ജുമാ മസ്ജിദിലാണ് ഒരു വെള്ളിയാഴ്ച ദിവസം 1922 ഒരു ഹിന്ദു സന്യാസി ഹൈന്ദവ വേദങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഡൽഹി ജുമാ മസ്ജിദിന്റെ മിമ്പറിൽ മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് വെള്ളിയാഴ്ച പ്രസംഗം നടത്തിയ ഇന്ത്യൻ മതേതരത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന പള്ളിയാണ്, കെട്ടിടമാണ് ഡൽഹി ജുമാ മസ്ജിദ്. 1919 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റൗലറ്റ് ആക്ട് പ്രഖ്യാപിക്കുന്നു. റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ചില കരിനിയമങ്ങൾ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക്, പോലീസിന് ആരെ വേണമെങ്കിലും കാരണം കൂടാതെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാതെ 2 വർഷം തടവിൽ വെക്കാം. ഈ റൗലറ്റ് ആക്ട് പാസ്സാക്കുകയും വ്യാപകമായി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ വേട്ടയാടുകയും ചെയ്തതിനെതിരെ ഇന്ത്യയിൽ വലിയ പ്രതിഷേധമുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരങ്ങൾ ആ സമയത്താണ് ഉണ്ടാകുന്നത്. അത് അവസാനം ജാലിയൻ വാലാബാഗ് വെടിവെപ്പിൽ അവസാനിക്കുകയും ചെയ്തു. 1922 പ്രതിഷേധത്തെ തുടർന്ന് റൗലറ്റ് ആക്ട് പിൻവലിക്കുന്നു. ഈ റൗലറ്റ് ആക്ടിന്റെ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ സന്യാസി, അദ്ദേഹം 1922 ഡൽഹി ജുമാ മസ്ജിദ്, സ്വാമി ശ്രദ്ധാനന്ദ,
അദ്ദേഹം ഡൽഹി ജുമാ മസ്ജിദിന്റെ മിമ്പറിലേക്ക് കയറി നിന്നിട്ട് വേദമന്ത്രങ്ങൾ ഓതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നു. അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി കാത്തുനിന്ന മുഴുവൻ ആളുകളും അദ്ദേഹം സംസ്കൃത ഭാഷയിലുള്ള വേദമന്ത്രം ഓതി തീരുന്ന സമയത്ത് ആമീൻ പറഞ്ഞു മുസ്ലിമീങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പ്രസംഗം നടത്തുന്നു. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. ഹം എന്ന് പറയുന്ന നമ്മൾ എന്നർത്ഥമുള്ള ഹിന്ദി വാക്കിലെ ഹ എന്നുള്ള അക്ഷരം ഹിന്ദുക്കളെയും മാ എന്നുള്ള അക്ഷരം മുസ്ലിമീങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒരേ സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മളെ അടിമകളാക്കാൻ വന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനും അതിനെ സംരക്ഷിക്കാനും ഈ രാജ്യത്തെ നിലനിർത്താനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിത്തുകൾ പാകിയിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ ജലം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ കഴുകി ശുദ്ധിയാക്കുക എന്ന് ഡൽഹി ജുമാ മസ്ജിദിലാണ് ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരിശോധിച്ചാൽ ഒരു പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും ഒരു ഹൈന്ദവ സന്യാസി അഭിസംബോധന ചെയ്യുന്നത്. എന്ന് മാത്രമല്ല 1947 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദീർഘകാലം പ്രസിഡന്റായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം ഒക്ടോബറിൽ നടത്തുന്ന ചരിത്രപരമായ ഒരു പ്രസംഗത്തിനും ഈ ഡൽഹി ജുമാ മസ്ജിദ് സാക്ഷിയായിട്ടുണ്ട്. വിഭജനവുമായി ബന്ധപ്പെട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഡൽഹി ജുമാ മസ്ജിദിന്റെ മിമ്പറിൽ ഒരു പെരുന്നാളിന്റെ ദിവസം ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു. മൈ ബ്രദേഴ്സ്, നൗ യു വാണ്ട് ടു ലീവ് യുവർ മദർലാൻഡ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മനാട് ഉപേക്ഷിക്കണം. ഹാവ് യു തോട്ട് ഫോർ ദ റിസൾട്ട് ഓഫ് ദിസ് സ്റ്റെപ്പ്? നിങ്ങൾ എടുക്കാൻ പോകുന്ന ഈ തീരുമാനത്തിന്റെ റിസൾട്ടിനെ കുറിച്ച്, അതിന്റെ പരിണിതി ഫലത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേർ ആർ യു ഗോയിങ് ആൻഡ് വൈ ആർ യു ഗോയിങ്? ബി ഹോൾഡ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്തിനാണ് പോകുന്നത്? അല്പസമയം നിങ്ങൾ നിൽക്കുക. ദ ടവേഴ്സ് ഓഫ് ദിസ് ഹിസ്റ്റോറിക് മോസ്റ്റ് ബെൻഡ് ടു ആസ്ക് യു. ഈ ചരിത്രപരമായ ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ കൊലകൾക്ക് മൂകസാക്ഷിയായി നിന്ന ഈ ചരിത്രപരമായ പള്ളിയുടെ മിനാരങ്ങൾ ഇതാ കുനിഞ്ഞു നിന്ന് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദ ഡോം ഓഫ് ദിസ് ഷാജഹാനി മസ്ജിദ് ആസ്ക് യു. ഈ ഷാജഹാൻ നിർമ്മിച്ച ഈ പള്ളിയുടെ മിനാരങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ്, എപ്പോഴാണ് നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് നിങ്ങളുടെ ഏറ്റവും നല്ല പേജുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്? ഹിന്ദുക്കൾ മുസ്ലിമീങ്ങൾ മതം നോക്കാതെ സഹോദരങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ നല്ല അധ്യായങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് ഈ ഷാജഹാന്റെ പള്ളി, ഈ പള്ളിയുടെ മിനാരങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്ന ആ വിശാലമായ പ്രസംഗം, അതിലെ പ്രധാനപ്പെട്ട വരികൾ നമുക്ക് കാണാൻ സാധിക്കും. ദ വാൾസ് ആൻഡ് ഡോർവേസ് ഓഫ് ദിസ് മസ്ജിദ്. ഈ പള്ളിയുടെ വാതിലുകളും ഇതിന്റെ ഭിത്തികളും നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളെ വിളിക്കുന്നുണ്ട്. അഗൈൻ ആൻഡ് അഗൈൻ, വീണ്ടും വീണ്ടും നിങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്. ദോസ് ഹു ആർ ലീവിംഗ്, രാജ്യം വിട്ട് മതരാഷ്ട്രത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എ ടൈം മേ കം, ഒരു സമയം വരും, അന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോയി മറ്റൊരു രാജ്യത്ത് അഭയാർത്ഥിയായി ജീവിക്കേണ്ട വരും. ഭാരതീയൻ എന്ന നിങ്ങളുടെ ഐഡന്റിറ്റിയും നിങ്ങളുടെ സ്വത്വവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ ഖേദിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരുമെന്ന് 47 മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം ഡൽഹി ജുമാ മസ്ജിദിന്റെ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് പിന്നീട് പാകിസ്ഥാനിൽ കണ്ടത്. സുസ്ഥിരമായ ഒരു ഭരണകൂടമില്ലാതെ ഇപ്പോഴും പട്ടാള അട്ടിമറിയെ തുടർന്ന് ഏത് സമയവും പട്ടാളം തീരുമാനിക്കുന്നത് പോലെ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും ഏത് സമയവും കശാപ്പ് ചെയ്യാൻ പാകത്തിന് ആ രാജ്യം മാറിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ മറന്നുപോയോ? ഡോണ്ട് യു ഫോർഗെറ്റ്. നിങ്ങൾ മറന്നില്ലല്ലോ, ഇന്നലെയായിരുന്നു യുവർ കാരവാൻസ് ഡിഡ് പെർഫോംഡ് വുദു ഓൺ ദ ബാങ്ക്സ് ഓഫ് യമുന. നിങ്ങളുടെ പൂർവികന്മാർ യമുനയുടെ നദീതീരത്ത് ഇരുന്നു കൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് വുളുവെടുത്ത് നമസ്കരിച്ചിരുന്ന ഒരു കാലഘട്ടം ഇന്നലെ വരെ നിങ്ങൾക്കുണ്ടായിരുന്നു. ആൻഡ് നൗ യു ആർ അഫ്രൈഡ് ടു ലീവ് ഹിയർ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പേടിയാകുന്നു എന്ന തരത്തിൽ നിങ്ങളുടെ ഇടയിൽ ആളുകൾ വിദ്വേഷം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യം വിട്ട് നിങ്ങൾ പോകരുത്. ആൻഡ് റിമെമ്പർ ദാറ്റ് യു ഹാവ് നറിഷ്ഡ് ഡൽഹി വിത്ത് യുവർ ബ്ലഡ്. നിങ്ങളാണ് ഈ ഡൽഹിയെ, ഈ ഇന്ത്യയെ, അതിന്റെ സ്വാതന്ത്ര്യത്തെ, അതിന്റെ സമരത്തെ നിങ്ങളുടെ രക്തം നൽകി നിങ്ങൾ അതിനെ പോഷിപ്പിച്ചത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറയുന്നു, നിങ്ങൾ ഇന്ന് ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങളുടെ പൂർവിക പിതാക്കന്മാർ അവരൊഴുക്കിയ രക്തത്തിന്റെ വിലയാണ്. ഡോണ്ട് ഫോർഗെറ്റ് ദം. അവരെ നിങ്ങൾ മറക്കരുത്. ലീവ് ലൈക്ക് ദയർ വർത്തി ഇൻഹെറിറ്റേഴ്സ്.
അവരുടെ വിലയുള്ള, അവരുടെ മൂല്യമുള്ള, തീർത്തും അവകാശമുള്ള അനന്തരാവകാശികളായി നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കണമെന്ന് മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ചരിത്രപരമായ പ്രസംഗം നടത്തിയത് ഡൽഹി ജുമാ മസ്ജിദിലായിരുന്നു. ഇങ്ങനത്തെ ചരിത്രമുള്ള ഡൽഹി ജുമാ മസ്ജിദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കണ്ടത്, ആ ഘട്ടങ്ങളിൽ മതം നോക്കാതെ ഹിന്ദുക്കൾക്കും മുസ്ലിമീങ്ങൾക്കും സിഖുകാർക്കും ഒക്കെ റെഫ്യൂജി സെന്ററായി പ്രവർത്തിച്ച ഡൽഹി ജുമാ മസ്ജിദിനെതിരെ 2017 മുതൽ വാദങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും കോടതികളിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിൽ സ്യൂട്ട് ചെയ്ത ഫയലുകൾ, ഹർജികൾ ഇന്ന് കോടതിയിൽ നിൽക്കുകയും കോടതിയുടെ ഭാഷയിൽ ഈ ഡൽഹി ജുമാ മസ്ജിദും ഒരു തർക്ക മന്ദിരമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനിയും ചില പള്ളികൾ കൂടിയുണ്ട്, അത് അടുത്ത ആഴ്ചയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തിന്റെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കാനും രാജ്യത്തിന്റെ ലക്ഷ്യത്തോടും അതിന്റെ ചരിത്രത്തോടും ചേർന്ന് നിൽക്കാനും ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകാനും അല്ലാഹു തആല നാം ഓരോരുത്തർക്കും ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.